ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 മിനിറ്റും കൊണ്ട് ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാം, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ റിലേറ്റഡ് പോയിന്റ്സ് ആയിരിക്കും പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയിട്ടുള്ള കൊടുങ്കാറ്റ് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്: ലൂ, മാംഗോ ഷവർ, ബ്ലോസം ഷവർ, നോർവെസ്റ്റർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, നോർവെസ്റ്റർ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ നോർവെസ്റ്ററിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാൽ ബൈശാഖി എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ റിലേറ്റഡ് ഫാക്ടുകളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. ലൂ ആണെങ്കിലും മാംഗോ ഷവർ ആണെങ്കിലും ചെറി ബ്ലോസം ആണെങ്കിലും നോർവെസ്റ്റർ ആണെങ്കിലൊക്കെ എന്ത് തരം വാദങ്ങളാണ്? പ്രാദേശിക വാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻഡുകളാണ് അല്ലേ, നമുക്കറിയാം. അപ്പൊ എന്താണ് ഈ ലോക്കൽ വിൻഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രാദേശിക വാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്തരം കാറ്റുകൾ നമ്മുടെ ആ ഒരു പ്രദേശത്തിന്റെ മർദ്ദവ്യത്യാസം മൂലമാണ് ഇത്തരം കാറ്റുകൾ രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, ഇത്തരം കാറ്റുകളുടെ ഒരു പ്രത്യേകത എന്താണ്? മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അത് മറ്റു കാറ്റുകൾ എന്ന് പറയുമ്പോൾ പശ്ചിമവാദങ്ങൾ അതുപോലുള്ള സ്ഥിരവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാദേശിക വാദങ്ങൾക്ക് എന്ത് കുറവാണ്? ശക്തി കുറവാണെന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. അപ്പൊ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ് നമ്മുടെ മാംഗോ ഷവർ, ചെറി ബ്ലോസം, കാൽ ബൈശാഖി. അപ്പൊ കാൽ ബൈശാഖി എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? നോർവെസ്റ്റർ എന്നുള്ളത്. അപ്പൊ ലൂ ഒക്കെ എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ്. സോ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന പ്രാദേശിക വാദങ്ങളെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചിനൂക്ക് എന്ന് പറയുന്നത് ഈ പ്രാദേശികവാദങ്ങളൊക്കെ എവിടെയാണ് രൂപപ്പെടുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മുടെ ചിനൂക്ക് എന്ന പ്രാദേശികവാദം രൂപപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരകളുടെ കിഴക്കൻ ഭാഗത്താണ് എന്ത് രൂപപ്പെടുന്നത്? നമ്മുടെ ചിനൂക്ക് രൂപപ്പെടുന്നത്. ഇത് എന്ത് തരം കാറ്റാണ്? ഒരു തരം ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞുതീനി എന്നാണ്. എന്തുകൊണ്ടാണ് അതിന് മഞ്ഞുതീനി എന്ന അർത്ഥം വന്നത്? നമ്മുടെ റോക്കീസ് പർവ്വതനിരയുടെ അവിടെയുള്ള മഞ്ഞുരുക്കുന്ന ഉഷ്ണക്കാറ്റായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മഞ്ഞുതീനി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞുതീനി എന്ന് അർത്ഥം വരുന്ന പേര് ഇതിന് ഇട്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രാദേശികവാദമാണ് ഫോൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചിനൂക്ക് പഠിച്ചു, വടക്കേ അമേരിക്കയിലെ റോക്കീസിലാണെങ്കിൽ. ഫോൺ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലാണ്. ആൽപ്സ് പർവ്വതനിരയിലാണ് എന്തുള്ളത്? ആൽപ്സ് പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റാണ് നമ്മുടെ ഫോൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് യൂറോപ്പിലെ ചിനൂക്ക് എന്നാണ്. കാരണം ഇതും ഒരു ഉഷ്ണ വരണ്ട കാറ്റാണെന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രാദേശികവാദമാണ് ഏതെന്ന് പറയുന്നത്? ഫോൻ എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്ന കാറ്റാണ് ഫോൻ. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട പ്രാദേശികവാദമാണ് ഹർമാറ്റൻ ആണ് ഡോക്ടർ വിൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഏതാണ്? ഹർമാറ്റൻ ആണ്. നമ്മുടെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഒരു പ്രാദേശികവാദമാണ് ഏതെന്ന് പറയുന്നത്? ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഡോക്ടർ വിൻഡ് എന്ന് അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഹർമാറ്റൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ സെക്ഷനിൽ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഒരു പ്രാദേശികവാദമാണ് മിസ്ട്രാൽ എന്ന് പറയുന്നത്. മിസ്ട്രാൽ എവിടെ വീശുന്ന കാറ്റാണ്? നമ്മൾ പഠിച്ചു, ആൽപ്സ് പർവ്വതനിരയുടെ അവിടെ നിന്നും നമ്മുടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന കാറ്റാണ്, പ്രാദേശികവാദമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മിസ്ട്രാൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്പെയിനിന്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് അനുഭവപ്പെടുന്നതെന്നും അവിടെയുള്ള സസ്യജാലങ്ങൾക്ക് വളരെ ദോഷകരമായിട്ടുള്ള ഒരു വാദമാണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ അടുത്ത പ്രാദേശികവാദത്തിലേക്ക് പോകുന്നു. അതാണ് ലൂ എന്ന് പറയുന്നത്. ലൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രാദേശികവാദമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉത്തരേന്ത്യയിൽ, പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമ്മുടെ രാജസ്ഥാന്റെ ഭാഗത്ത് വീശുന്ന ഒരു പ്രധാനപ്പെട്ട ഉഷ്ണ വരണ്ട കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ലൂ വീശുന്നത് ഉത്തരേന്ത്യയിലാണെന്നും നമ്മുടെ രാജസ്ഥാന്റെ ഭാഗത്താണെന്നും അതൊരു ഉഷ്ണ വരണ്ട കാറ്റാണെന്നും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഈ ലൂ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രക്രിയ കൂടി പഠിച്ചു വെക്കണം. ആ പ്രക്രിയയാണ് അഭിവഹനം അല്ലെങ്കിൽ അഡ്വെക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ അടുത്ത കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശികവാദമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഭാഗത്ത് വീശുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാദേശികവാദമാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വേനൽ മഴ എന്നൊക്കെ പറയാറില്ലേ? വേനൽ മഴ എന്നൊക്കെ പറയുന്നത് ഈ മാംഗോ ഷവറിനെയാണ്. ഈ മാംഗോ ഷവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ടൈമിൽ പണ്ട് നമ്മൾ മാമ്പഴമൊക്കെ പെറുക്കാൻ പോവില്ല. സംഭവം എന്താ വെച്ചാൽ ഈ മാംഗോ ഷവർ വീശുമ്പോഴാണ്, ഈ മാംഗോ ഷവർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മാങ്ങ പഴുക്കുന്നതിനും അത് കൊഴിയുന്നതിനും കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാറ്റാണ് ഇതെന്ന് പറയുന്നത് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഇത്
തന്നെയാണ് നമ്മുടെ വേനൽ മഴ എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട 2 പ്രാദേശികവാദങ്ങളും കൂടിയുണ്ട്. അതിലൊന്നാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ഓക്കെ, ചെറി ബ്ലോസം വീശുന്നത് കർണാടകയിലാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ കർണാടക, കേരള ഭാഗത്താണ് ഏത് വീശുന്നത്? ചെറി ബ്ലോസം വീശുന്നത്. ഇത് കാപ്പി പൂക്കുന്നതിനും പഴുക്കുന്നതിനും കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രാദേശികവാദമാണ് ഏതെന്ന് പറയുന്നത്? ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രാദേശികവാദം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശികവാദമാണ് നമ്മുടെ കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർ വെസ്റ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാൽ ബൈശാഖി എന്ന് പറയുന്നത് നമ്മുടെ ആസം, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഒഡീഷ തുടങ്ങിയ മേഖലകളിൽ കൃത്യമായിട്ട് എന്താ പറയുക, ഇടിമിന്നലോടുകൂടി മഴയൊക്കെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാദേശികവാദമാണ് നോർ വെസ്റ്റർ അല്ലെങ്കിൽ കാൽ ബൈശാഖി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് കൂടാതെ നമ്മുടെ ഈജിപ്തിൽ വീശുന്ന ഒരു പ്രധാനപ്പെട്ട വരണ്ട ഉഷ്ണക്കാറ്റാണ് ഗാംസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗാംസിൻ എന്ന് പറയുന്നത്. ഇനി റഷ്യയിൽ വീശുന്ന ഒരു ശീതക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? പുർഗ എന്ന് പറയുന്നത്. സ്പെയിനിലെ ഒരു വരണ്ട കാറ്റാണ് ലാവൻഡർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പ്രാദേശികവാദങ്ങളെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇത്രയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രാദേശികവാദങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് 1 മാർക്ക് ഷുവർ ഷോട്ട് ആയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. സോ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പം നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട്, അതായത് കുറച്ച് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതുപോലെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെറിയ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് കുറച്ച് സമയം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ടൈമിൽ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹാർഡ് വർക്കിൻ്റെ ഒപ്പം സ്മാർട്ട് വർക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ സ്മാർട്ട് വർക്കിലൂടെ കൂടുതൽ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ഒരു റാങ്കിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ LGS, അതായത് നമുക്കിപ്പോൾ LGSൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും LGS നേടിയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളെ LGSൻ്റെ റാങ്ക് ലിസ്റ്റിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു കോഴ്സ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. സോ CCയുടെ ഫാമിലിയിലോട്ട് നിങ്ങളെല്ലാവരെയും വിളിക്കുകയാണ്. ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ലൈവ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സിൻ്റെ PDF നോട്ടുകളും അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസും പ്രോപ്പർ റിവിഷൻ ഷെഡ്യൂൾസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8590202323 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.